ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചിന്ന് ബിരിയാണി ആക്കിയാലോ എന്ന്. നോക്കുമ്പോൾ ഫ്രൈഡേ ആണല്ലോ. അപ്പോൾ വിചാരിച്ചിന്ന് എന്തുകൊണ്ടും നല്ലത് ബിരിയാണിയാണെന്ന്. അപ്പോൾ പിന്നെ നേരെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നിന്ന്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള ചെമ്മീൻ ഇതാ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്ത ചെമ്മീൻ ഇതാ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മസാല തേച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി, പിന്നെ കുറച്ച് അതായത് 2 സ്പൂണ് മുളക് പൊടി കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് മസാലയൊക്കെ എന്താ പറയുക നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെമ്മീനൊക്കെ ഇവിടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ലൊരു കളറായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ. അത് കഴിഞ്ഞിട്ട് ഇതാ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കറിവേപ്പില, മല്ലിയില, പുതിന എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ബിരിയാണീൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഉള്ളി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലാസ്റ്റിൽ. അപ്പോൾ അതാ ഏകദേശം ഈ ഒരു കളറായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ബിരിയാണീൻ്റെ മസാലക്കുള്ള ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം നല്ല രീതിയിൽ വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്നും കൂടെ വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്നും കൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം നല്ല രീതിയിൽ വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില, പുതിനയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെരുംജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തൈര് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നില്ല കേട്ടോ, കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ബിരിയാണീൻ്റെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും മല്ലിയില, കറിവേപ്പില, പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ മുകളിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 15-20 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിമിൽ വെക്കാം. അടിയിലൊരു തട്ട് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ബിരിയാണി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ബിരിയാണി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കാണാനേ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.